ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഗർഭകാലം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു കാലമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും കൂടി വേണ്ടിയാണ് ആ ഹാപ്പി ആയിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതും ഒക്കെ നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യവും കൂടെ കണക്കാക്കിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലർക്ക് പേടി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് എന്തിൻ്റെയെങ്കിലും കണ്ടിട്ടുള്ള പേടിയോ അല്ലെങ്കിൽ സ്വപ്നം എന്തെങ്കിലും കണ്ടിട്ട് അതിൻ്റെ പേടിയോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു പേടിയും ഭയവും ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ കണ്ടിട്ടുള്ള പേടിയൊക്കെ ചിലരെ ബാധിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ആ സമയം അത് കഴിഞ്ഞ് അല്ലെങ്കിൽ സ്വപ്നമാണെങ്കിലും എന്തായാലും ആ ഒരു ടൈമിൽ അത് കണ്ട് അതപ്പം പേടിച്ച് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ഓർത്ത് ഇരിക്കുക, ഫുഡ് കഴിക്കാതിരിക്കുക, ഫുൾ ഡിപ്രഷനിലോട്ടോ അല്ലെങ്കിൽ ഫുൾ ടെൻഷനിലോട്ടോ ഒക്കെ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അടുത്തുള്ള ആൾക്കാർ, അതായത് ഹസ്ബൻഡോ അല്ലെങ്കിൽ അങ്ങനെ പാരൻസോ അവരോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇതൊന്നും ഇതൊക്കെ, അതായത് നമ്മളിപ്പം ടെൻഷനായിട്ടിരിക്കുക, പേടി ഉണ്ടാവുക, അതൊക്കെ ഓരോ ദിവസങ്ങളിൽ ആ പേടി വീണ്ടും വീണ്ടും കൂടി വരികയൊക്കെ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ നല്ലതുപോലെ ബാധിക്കും. മാത്രമല്ല ഫുഡ് കഴിക്കുന്നതിൽ മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ കൊണ്ടിട്ട് നമ്മുടെ ഹോർമോണിൻ്റെ വേരിയേഷൻ ഉണ്ടാവും. അതും കുഞ്ഞുങ്ങളെ ബാധിക്കും, നമ്മളെ കുഞ്ഞിനെ ബാധിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന, അതായത് പേടി ആ സമയത്തല്ലാതെ വീണ്ടും അതിനെക്കുറിച്ച് ഓർത്ത് വീണ്ടും പേടി വരുന്നത് നമ്മളുടെ കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് പേടി എന്നുള്ളത് നമ്മളത് മനസ്സിൽ, അതായത് ഗർഭിണികൾ മനസ്സിലത് കയറ്റി വയ്ക്കരുത്. അത് അപ്പോൾ തന്നെ അതിൻ്റെ ഇതായിട്ട് കളയുക, അല്ലെങ്കിൽ ആരോടെങ്കിലും ഷെയർ ചെയ്ത് അതങ്ങ് അവരുടെ ഒരു പ്രസൻസ് കാരണം അതൊന്നും അല്ല എന്നുള്ള രീതിയിലായിക്കോളും. ഷെയർ ചെയ്യുക. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കൂടുതൽ അടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് അത് ഷെയർ ചെയ്ത് അത് ഒന്നുമല്ല എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കുക. അല്ലാതെ കാരണം നമുക്ക് ആ പ്രഗ്നൻസി ടൈമൊക്കെ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പേടി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കും. അങ്ങനെ ഉള്ളൊരു കാര്യങ്ങളിലേക്ക് നമ്മളത് കടക്കാതെ കൂടുതൽ ദിവസം കൊണ്ടുപോകാതെ അത് ആരോടെങ്കിലും പറഞ്ഞത് ഷെയർ ചെയ്ത് അത് മാറ്റുക. ഇല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിനെ തന്നെ കണ്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഗർഭകാലത്ത്.